ഉണ്ടുണ്ട്. ഉണ്ട് ശരി. ഉണ്ട് ടീച്ചർ. അസ്സലാമു അലൈക്കും. ഞങ്ങളെ ഇപ്പോൾ ഞാനിങ്ങനെ പറയണേ നിങ്ങളോടെ ശ്രദ്ധിക്കണം കേട്ടോ, പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഞാൻ നിങ്ങളടുത്ത് പറയണേ ഇപ്പോൾ എൻ്റെ ഇത്താനെ കുറിച്ചിട്ടല്ലേ ഇപ്പം ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഇത്താനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പറഞ്ഞേ, എൻ്റെ ഇത്ത വന്നു, അല്ലെങ്കിൽ എൻ്റെ ഇത്താനെ ഞാൻ കണ്ടു, അല്ലെങ്കിൽ എൻ്റെ ഇത്ത പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സിസ്റ്ററെ കുറിച്ച് പറയട്ടോ. അപ്പോൾ നമ്മൾ ഒന്നും കൂടി അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് എന്ത് പറയും, എൻ്റെ ഇത്താൻ്റെ പേരും കൂടി പറഞ്ഞു അല്ലേ, റബീന എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ പറയുക, ആ പേരിൻ്റെ പറയുമ്പോൾ എന്താ പറയുക, ബദൽ എന്നല്ലേ പറയാം. ഓർമ്മയുണ്ടാ? ബദൽ മേടിച്ചിട്ട് നമ്മളൊന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഇത്താൻ്റെ പേര് പറയുമ്പോൾ അത് ബദലായിട്ട് വരും. അതല്ലെങ്കിൽ അവള് അല്ലെങ്കിൽ അത് അതൊക്കെ പറയുമ്പോൾ ഹാദ ഹാദിയൊക്കെ പറഞ്ഞിട്ട് ഒരു അലിഫ്ലാമുള്ള നാമട്ടിട്ട് ബദൽ പറയും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്ത് എക്സ്പീരിയൻസ് വെച്ചാൽ ഒരു അനുഭവം ഉണ്ട്. എൻ്റെ ഇത്തൊരു ദിവസം ഈ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ, ഈ ക്ലാസ്സിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ സിസ്റ്ററെ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറേ സിസ്റ്റർമാരുണ്ട് എന്നായിരിക്കും. ഒരാൾ മാത്രമല്ല, എനിക്കൊരു 4-5 സഹോദരിമാരുണ്ട് എന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ സഹോദരിൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ള പള്ളി ഉദ്ഘാടനമാണ് നാളെയെന്ന് നിങ്ങളടുത്ത് പറയണേ. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് 4-5 സഹോദരിമാരില്ലേ, ഏത് സഹോദരി വീടിൻ്റെ അടുത്താണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ലേ. അപ്പോൾ ഞാൻ എന്ത് പറയും, നമ്മളെ ലാസ്റ്റ് ഒരു ക്ലാസ്സിൽ ഇരുന്നില്ലേ, അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ലേ എൻ്റെ ഒരു സഹോദരി. അന്ന് ക്ലാസ്സിൽ 25-ാം തീയതി അല്ലെങ്കിൽ കഴിഞ്ഞ മുന്നത്തെ ശനിയാഴ്ച ഒരു ക്ലാസ്സിൽ വന്നപ്പോൾ എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നില്ലേ, ആ സിസ്റ്ററിൻ്റെ ആ സിസ്റ്ററിൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയാണ് ഉദ്ഘാടനം. അപ്പം ഞാൻ എന്ത് പറഞ്ഞു, ഒരു വാചകം വെച്ചിട്ട് വിവരിക്കുകയാണ്. ഒരു സെൻറ്റൻസ് ആയിട്ടാണ് ഞാൻ പറയണത്. എൻ്റെ സഹോദരിനെ അന്നൊരു ദിവസം ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്ന ആ സഹോദരിയില്ലേ, ആ സഹോദരിയുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു മോനെ ആസി, പറയാൻ ഉദ്ദേശിച്ചത് എന്താ, ആ സഹോദരി വീടിൻ്റെ അടുത്തുള്ള പള്ളിയാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ ആ സഹോദരനെ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കി തന്ന വേറൊരു വാചകം വെച്ചിട്ട്, എന്തെന്ന്, നമ്മൾ ഇന്ന സമയത്തൊരു ക്ലാസ് എടുത്തപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു സഹോദരി ഇല്ലേ, വേറൊരു വാചകം പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, നീട്ടി കാര്യങ്ങളോട് വിശദമായിട്ട് പറയണം. ഒറ്റ വാചകത്തുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒറ്റ വാചകമാണ് പറയാൻ ഉദ്ദേശിച്ചത്. എന്തെന്ന്, എൻ്റെ സഹോദരിയുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളി ഉദ്ഘാടനം ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സഹോദരനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് എന്തെന്ന്, എൻ്റെ സഹോദരി ലാസ്റ്റ് ക്ലാസ്സിൽ ഇന്ന സമയത്ത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഉണ്ടായിരുന്നതായ ആ സഹോദരിയുടെ വീടിൻ്റെ അടുത്തുള്ളത്. കണ്ടോ, നമ്മൾ ഒരൊറ്റ വാക്കിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിശദീകരിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു വലിയ സെൻറ്റൻസ് അതിൻ്റെ ഇടയിൽ കൂടി കൂട്ടി. ഇങ്ങനെ കൂട്ടുന്ന ഒരു ഇത് എന്തിലുണ്ട്, ഖുർആനിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ അതിനെ പറയാം, കൂട്ടുമ്പോൾ ഇതിലേക്കാണ് കൂട്ടും. അത് ഉണ്ടായിരുന്നതായ സഹോദരി, ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നതായ സഹോദരി, ഉണ്ടായിരുന്നതായ എന്നൊക്കെ പറയും. മലയാളത്തിലുള്ള ഒരു പ്രയോഗമാണ് ഞാൻ പറയണത്. അല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയും നിങ്ങളടുത്ത്. ഞാൻ ഇന്നലെ നെസ്റ്റോയിൽ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നെസ്റ്റോ പറഞ്ഞാൽ എനിക്ക് നെസ്റ്റോ മനസ്സിലായില്ലേ, സൂപ്പർ മാർക്കറ്റ് കേട്ടോ. നെസ്റ്റോ പറഞ്ഞാൽ കുറേ നെസ്റ്റോകളുണ്ട് അല്ലേ, നിങ്ങൾക്ക് അറിയണമല്ല. ചിലപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പറയണം, ഞാൻ എവിടെയാണെന്നറിയില്ല. ഞാൻ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് 4 നെസ്റ്റോകളെങ്കിലും ഉണ്ടാവും. എനിക്ക് നടന്നു പോയാൽ എത്തുന്ന രീതിയിൽ 4 നെസ്റ്റോകളുണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ആളൊരു പക്ഷേ നാട്ടിലുള്ള ആരായിരിക്കും. തൃശ്ശൂരുണ്ട് നെസ്റ്റോ, എടപ്പാളുണ്ട്, നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ നെസ്റ്റോ ഉണ്ട്, അല്ലെങ്കിൽ കാലിക്കറ്റ് എവിടെയൊക്കെ വെച്ചാൽ നെസ്റ്റോ ഉണ്ട്. നിങ്ങളെന്തും വിചാരിക്കാം അല്ലേ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഞാൻ നെസ്റ്റോയിൽ പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണേ, എന്താ പറയുക, അൽ നഹദയിൽ തന്നെ കുറേ നെസ്റ്റോ ഉണ്ട് കേട്ടോ. അൽ നഹദയിൽ മിയാമോളിലുള്ള നെസ്റ്റോയിലാണ് ഞാൻ ഇന്നലെ. അൽ നഹദയിൽ മിയാമോളിൽ ഉള്ളതായ നെസ്റ്റോയിൽ പോയി. ഞാൻ നെസ്റ്റോയിൽ പോയപ്പോൾ ഉള്ളതായ നെസ്റ്റോയിൽ പോയി. അപ്പോൾ ആ നെസ്റ്റോനെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട് വേറൊരു വാക്ക്. എന്ത്, അൽ നഹദ മിയാമോളിൽ ഉള്ളതായ, ഉള്ളതായ നെസ്റ്റോയിൽ ഞാൻ പോയി. അപ്പോൾ ഞാൻ ആ വാചകത്തിൽ ഒരു ഒറ്റ വാക്കിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് വേറൊരു സെൻറ്റൻസും കൂടി അതിൽ കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ ഉള്ളതായ നെസ്റ്റോയിൽ, നെസ്റ്റോ എന്ന് പറഞ്ഞാൽ ഏതാ, മിയാമോളിൽ അൽ നഹദയിൽ ഉള്ളതായ നെസ്റ്റോയിൽ പോയി. ക്ലിയർ ആയോ? ഒറ്റ വാചകമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിലത്തെ ഒരു വാക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആ വാക്ക് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേറൊരു വാചകം വെച്ചിട്ട് പറഞ്ഞു തരികയാണ്. ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞതൊന്നും ക്ലിയർ ആയ, അറബിയിൽക്കൊന്നും വന്നിട്ടില്ല, ഞാൻ പറഞ്ഞത് ക്ലിയർ ആയ?
ക്ലിയർ ആയി. ശരി. ഇപ്പോൾ വേറെ എന്താ ഉദാഹരണം പറയാം. ഉം. ആ, ഇന്നലെ ഇവിടെ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഏത് കുട്ടിയാവാം അല്ലേ, ഏത് കുട്ടിയും ആവാം. അപ്പോൾ ഞാൻ ഒരു പക്ഷേ വേറെ കുറേ കുട്ടികളെ പറ്റി പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഈ കുട്ടി റിവേർട്ട് ആയതാവാം, അല്ലെങ്കിൽ ആ കുട്ടീനെ പറ്റിയിട്ട് ഒന്നും കൂടി വിശദീകരിച്ച് തരികയാണ്. എന്തെന്ന്, കഴിഞ്ഞ ആഴ്ച പിന്നെ ഫസ്റ്റ് കിട്ടിയ, അല്ലെങ്കിൽ ഇന്ന എക്സാമിന് ഫസ്റ്റ് കിട്ടിയതായ ആ കുട്ടി ഇവിടെ വന്നു. ഫസ്റ്റ് കിട്ടിയതായ ഒരു കുട്ടി. അപ്പോൾ ആ കുട്ടീനെ പറയാണ്, ഞാൻ ഒന്നും കൂടി വിശദീകരിക്കും, ഒന്നുമില്ലെങ്കിൽ ഒരു വാചകം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഷീബ് ഹുജുംല വെച്ചിട്ടോ ഒക്കെ ഈ കുട്ടീനെ തമ്മിൽ ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നു. ഇങ്ങനെ ചെയ്യുന്നൊരു പ്രവണത, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നൊരു രീതി അറബിയിലുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതായ ഒരു രീതിയുണ്ട്. അപ്പോൾ ആ ഒരു രണ്ടാമത്തെ വാചകം പറയില്ലേ, ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാചകം കൂടി പറയും, ഇതിനെ വിശദീകരിക്കാൻ വേണ്ടി രണ്ടാമത്തെ ഒരു വാചകം പറയില്ലേ, ഈ വാചകത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടൊരു വാക്കിടും. ഈ വാചകത്തിലേക്ക് കടക്കാൻ വേണ്ടി, അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞു മിയാമോളിൽ ഉള്ളതായ എന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട് ഒരു വാചകം ഇടണം. ഒരു പാലിട്ടുന്ന പോലെ ഒരു വാചകം, ഒരു വാക്ക് ഇട്ടിട്ടാണ് അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ അറബിയിൽ കേട്ടോ. മലയാളത്തിലില്ല, നമ്മൾ നേരിട്ട് അങ്ങോട്ട് കടക്കും. എന്നിട്ട് ഉള്ളതായ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ യാതൊരു എന്നൊക്കെ പറയും. യാതൊരു കുട്ടി, അങ്ങോട്ട് വന്ന യാതൊരു കുട്ടി എന്നൊക്കെ പറയും. മലയാളത്തിൽ നല്ല ഒരു ഭാഷയിൽ പറയുമ്പോൾ അങ്ങനെ പറയുന്ന വാക്കുകൾക്കാണ് ഇസ്മു മൗസൂൽ എന്ന് പറയാം. ഇസ്മു മൗസൂൽ എന്ന് പറയും. ഇസ്മു മൗസൂൽ എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു ആദ്യം എന്താ പറഞ്ഞത്, ഇഖ്റ, നീ പാരായണം ചെയ്യും എന്നാണ് പറഞ്ഞത് അല്ലേ. ഇഖ്റ ബിസ്മി റബ്ബിക്ക, നിന്റെ റബ്ബിൻ്റെ നാമം കൊണ്ട്, നാമത്തിൻ്റെ സഹായത്താൽ നീ പാരായണം ചെയ്യും. അപ്പോൾ ഈ റബ്ബ് ആരാണ്, റബ്ബ് ആരാണ് നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞൊരു വാചകം വെച്ചിട്ട്, റബ്ബിക്ക അല്ലദീ ഖലഖ് അല്ലേ, ഖലഖാനല്ലേ. ഒരു മിനിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ ഗ്രൂപ്പിൽ, ഒരു മിനിറ്റ് കേട്ടോ നോക്കട്ടെ. യാ റബ്ബി, എടാ ഇഖ്റ ബിസ്മി റബ്ബിക്ക അല്ലദീ ഖലഖ, ഖലഖ എന്നല്ല കൊടുത്തുള്ളൂ. ഖലഖ, ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചവനായ. കണ്ടോ, ആ റബ്ബിനെ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരികയാണ്. റബ്ബിൻ്റെ പ്രത്യേകത എന്താ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായിട്ട് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എന്തെന്ന്, സൃഷ്ടിച്ചവനായ റബ്ബിൻ്റെ നാമത്തിൽ നീ പാരായണം ചെയ്യുക. കണ്ടോ, ആ റബ്ബിനെ വിവരിച്ചു കൊടുക്കുകയാണ്. രണ്ടാമത്തെ സൃഷ്ടിച്ചവനായ റബ്ബിൻ്റെ നാമത്തിൽ നീ പാരായണം ചെയ്യും. സൃഷ്ടിച്ചവനായ. അടുത്തായത് നോക്കിയാൽ നമ്മൾ വെള്ളിയാഴ്ച അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദി. അൽഹംദുലില്ലാഹ് സെൻറ്റൻസ് കംപ്ലീറ്റ് ആണ്. അള്ളാഹുവിനാണ് സർവസ്തുതിയും. സെൻറ്റൻസ് കംപ്ലീറ്റ് ആണ് അല്ലേ. അള്ളാഹുവിനാണ് സർവസ്തുതിയും. അപ്പോൾ ഈ അള്ളാഹുവിനെ നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞു തരണം. എങ്ങനെയുള്ള അള്ളേ, അൻസല അലാ അബ്ദിഹിൽ കിതാബ, തൻ്റെ അടിയാൻ്റെ മേൽ കിതാബ് ഇറക്കിയതായ അള്ളാഹു. കണ്ടോ, ഇറക്കിയതായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ക്ലിയർ ആയോ? അപ്പം അല്ലവിയാണ് ഇസ്മു മൗസൂൽ. അല്ലവിയാണ് ഇസ്മു മൗസൂൽ. അതിലേക്ക് കടക്കാനുള്ള ഒരു ഇതാണ് യാതൊരുവൻ, ഏതൊരുവൻ, ആയ എന്നൊക്കെ പറഞ്ഞില്ലേ അത്. എന്നിട്ട് എന്താ പിന്നെ ഒരു വാചകം പറയണം, അള്ളാഹുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയാണ്. എന്തെന്ന്, തൻ്റെ അടിയാൻ്റെ മേൽ കിതാബ് അബ്ദിഹി, തൻ്റെ അടിയാൻ്റെ മേൽ കിതാബ് ഇറക്കിയവൻ ആയ അള്ളാഹു. അല്ലതി യാതൊരുവൻ, ഇറക്കിയവൻ അല്ലെങ്കിൽ ആയ, ഇറക്കിയവനായ ഏതൊരുവൻ, യാതൊരുവൻ എന്നൊക്കെ നമുക്ക് അർത്ഥം വെക്കാൻ പറ്റും. ഇങ്ങനെ വെക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്കാണ്, അതിലേക്ക് ഘടിപ്പിക്കുന്ന വാക്കാണ് ഇസ്മു മൗസൂൽ. ഇനി നമ്മൾ ആ ഡിസ്ക്രൈബ് ചെയ്യുന്ന സെൻറ്റൻസ് ഉണ്ടല്ലോ, ഈ ഇസ്മു മൗസൂൽ പറഞ്ഞത് അല്ലദീ എന്ന് പറയുന്നത് ഇസ്മു മൗസൂലാണ്. ഈ അല്ലദീൻ്റെ ആ ഉദ്ദേശം വ്യക്തമാക്കാൻ എന്താണ്, വലിയൊരു വാക്ക് ശേഷം വരുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കുന്ന ആ ഒരു, അത് വാക്കാകാം, വാചകമാകാം, ഒരൊറ്റ വാക്കാകാം, വാചകമാകാം, എന്തും ആവാം. അത് വ്യക്തമാക്കുന്നതിന് ശേഷം വരുന്നതാണ് സിലത്തുൽ മൗസൂൽ. സിലത്തുൽ മൗസൂൽ. ഞാനതിൻ്റെ തിയറി ഇട്ടിട്ടുണ്ട് കേട്ടോ, നോക്കി നോക്കണം കേട്ടോ. എന്തായിരുന്നു ഇസ്മു മൗസൂൽ എന്ന് പറഞ്ഞാൽ രണ്ട് വാചകങ്ങൾ തമ്മിൽ ഘടിപ്പിക്കുകയാണ്. അപ്പം ശേഷം വരുന്ന വാചകം കൊണ്ട് ഉദ്ദേശിച്ചത് മനസ്സിലാക്കുന്ന മാരിഫയായ നാമമാണ് ഇസ്മു മൗസൂൽ. ഇസ്മു മൗസൂൽ എപ്പോഴും മാരിഫയായിരിക്കും. അപ്പം അല്ലദീ എന്നുള്ളത് മാരിഫയാണ്. ഇനി ഇസ്മു മൗസൂലിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കാൻ വേണ്ടി ഇസ്മു മൗസൂലിന് ശേഷം വരുന്ന വാചകമാകാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് അല്ലാത്ത വാചകവും വരാറുണ്ട്. അതാണ് സിലത്തുൽ മൗസൂൽ. സിലത്തുൽ മൗസൂൽ. ഞാൻ ഖുർആൻ്റെ ഉദാഹരണമൊക്കെ ഇട്ടിട്ടുണ്ട്, വെറുതെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉമ്മഹാത്തിക്കും ഇല്ലല്ല അല്ലാത്തി, അതെന്താണോ ഓർമ്മല്ല. പറഞ്ഞോളൂ. പറഞ്ഞില്ലേ ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദി, അപ്പൊ അതിൽ ഇസ്മു മൗസൂൽ അല്ലദി, അത് മനസ്സിലായി. അപ്പൊ മെസ്സേജ് പറഞ്ഞിട്ട്
സിലത്ത് മൗസൂൽ അതൊന്ന് പറയാ അതിൽ തന്നെ അതിന് ശേഷം ഖലഖ എന്ന് വന്നില്ലേ, സൃഷ്ടിച്ച, അതാണ് സിലത്തുൽ മൗസൂൽ. ആ അവിടെയാണ് സിലത്തുൽ മൗസൂൽ. ആ ആ ആ ആ ഓക്കെ. ആ അപ്പോൾ തൽക്കാലം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണെന്നുള്ളതിൻ്റെ സംഭവം ഇതാണെന്നുള്ളത് നമ്മൾ അറിയണം. ഇതാണ് നമ്മൾ ആ ഒരു സംഭവത്തെ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീട്ടിപ്പരത്തി പറയണത്. സൃഷ്ടിച്ചവനായ, കണ്ടോ, തൻ്റെ അടിയാൻ്റെ മേൽ ഗ്രന്ഥം ഇറക്കിയവനായ അൽഹംദുലില്ലാഹില്ലദി, അതെ, യാതൊരുവൻ അവനാകുന്നു സർവസ്തുതിയും. കണ്ടോ, രണ്ട് ഭാഗമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. എന്താ? അള്ളാഹുവിനാകുന്നു സർവസ്തുതി. ആ അള്ളാഹുവിനെ നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരണം, എങ്ങനെയുള്ള അള്ളാഹു ആണ്. കണ്ടോ, അങ്ങനെ ഖുർആനിലുള്ളൊരു പ്രയോഗമാണ്. നമുക്ക് അത്തരം പ്രയോഗങ്ങൾ നമ്മുടെ മലയാളത്തിൽ ഒക്കെ ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർ എക്സാമ്പിളൊക്കെ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും നീട്ടി പരത്തിയിട്ട് എന്തിനാ അതൊക്കെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അപ്പോൾ ഖുർആനിലൊക്കെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അള്ളാഹുവിന്. ഞാൻ നോക്കട്ടെ കേട്ടാ. ഖലഖ അല്ലേ, നേരത്തെ ഓതിയില്ല അൽ ബക്രയില് യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദി, അപ്പൊ അവിടെ ഉണ്ടല്ലോ അല്ലെ, യാ യുഹന്നാസ്, അതല്ല, മനുഷ്യന്മാരോടുള്ള പ്രഥമ കൽപ്പനയാണ് അല്ലേ, ജനങ്ങളെ എഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കുവിൻ, റബ്ബക്കും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മൾ അള്ളാഹു നമ്മളോട് പറയണത് നിങ്ങൾ പിന്നെ ജനങ്ങളോടാണ് കേട്ടോ. അത് ജനങ്ങളോടാണല്ലോ, ആദ്യ കൽപ്പനയാണ്. ഖുറാൻ്റെ ഒരു ക്രമം വെച്ചിട്ട് കേട്ടോ, അല്ലാത്ത അതല്ല, ആദ്യ കൽപ്പനയല്ല, മറിച്ച് ഖുറാൻ്റെ ക്രമം വെച്ച് വരുമ്പോൾ ഫാത്തിഹ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബക്കറയല്ലേ വരുന്നത്, ഇത് എത്രാമത്തെ ബക്കറയല്ലേ വരുന്നത്. അപ്പോൾ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുവി എന്ന് പറയുമ്പോൾ, റബ്ബക്കും എന്ന് പറയുമ്പോൾ എഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബ് അല്ലേ, നിങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞ്. എന്നിട്ട് പറയുന്നത് എന്താ, അല്ലദീ, ആ റബ്ബ് എങ്ങനെയുള്ള റബ്ബാണ്, ഖലഖക്കും, നിങ്ങളെ, ഖലഖ അവൻ സൃഷ്ടിച്ചു, നിങ്ങളെ സൃഷ്ടിച്ചു, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻപുള്ളവരെയും സൃഷ്ടിച്ചു. അപ്പോൾ നിങ്ങൾ ആ റബ്ബിനെ ആരാധിക്കാൻ പറയുമ്പോൾ ഇവർ എന്തായിരുന്നു, ഐഡിൽസൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, കഅബയിൽ ഐഡിൽസ് ഉണ്ട്. അപ്പോൾ കുറേ ഇബ്രാഹിം നബിൻ്റെ വരെ വിഗ്രഹങ്ങളാണ് കഅബയിൽ ഉണ്ടായിരുന്നത്, അറിയാമല്ലോ. ഇബ്രാഹിം നബിൻ്റെ ഒക്കെ വിഗ്രഹങ്ങൾ അവർ ആരാധിച്ചിരുന്നു, പല ഇതിന് ലാത്ത, ഉസ്സ, മനാത്ത ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവർ, പക്ഷെ അവർക്ക് എന്തുണ്ട്, റബ്ബാരാന്നറിയാം കേട്ടോ. അന്നത്തെ ഇത് മക്കാമശ്ശേരികൾക്കും പിന്നെയുണ്ട്, റബ്ബിനെ അവർക്കറിയാം. അവർ കപ്പലിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല പ്രയാസം നേരിട്ട് അള്ളാഹനെ പ്രാർത്ഥിക്കും, അറിയാമല്ലോ. നമ്മുടെ അബൂജഹൽ കഅബൻ്റെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചത് ഓർമ്മയില്ല, അള്ളാഹുവിനോട് സത്യത്തിൻ്റെ കക്ഷികളെ വിജയിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് റബ്ബിനോടാണ് പ്രാർത്ഥിച്ചത് അബൂജഹൽ. പക്ഷേ അവരെന്തേക്കുക, ഉബൂദിയയിൽ, അതായത് ഇബാദത്തിൽ അള്ളാഹുവിനെ അല്ലാത്തവരെ പങ്കു ചേർക്കും. അപ്പോൾ ഇവിടെ പറയാം നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് എന്താ വെച്ചിട്ടാ, അതിനൊന്നും കൂടി വിശദീകരിക്കുക. ആ റബ്ബ് ആരാണെന്ന് ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ്. ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചതായ റബ്ബ്. കണ്ടോ, അല്ലദീ ഖലഖക്കും. ഇനി നിങ്ങൾക്ക് മനസ്സിലാവും എന്തെന്ന്, ഈ അല്ലദിയാണ് അതിലേക്ക് ഘടിപ്പിക്കുന്ന ഇസ്മു മൗസൂൽ, ആയ, യാതൊരുവൻ എന്നൊക്കെ കിട്ടും. അല്ലദീ എന്ന് പറഞ്ഞാൽ യാതൊരുവൻ. ഓക്കെ. ഇനി നമ്മൾ പഠിച്ചത് 2-3 കാര്യങ്ങൾ ആലോചിക്കുക. അല്ലദീ എന്നുള്ളത് മാരിഫയാണ്, നക്കീറ മാരിഫ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. എന്താ പറയുക, നിർണിത നാമം അല്ലേ, അങ്ങനെയല്ലോ മലയാളം പറയുന്നത്, നിർണിത നാമം. പിന്നെ എന്താ, നിർദ്ദിഷ്ട നാമം. നമ്മളെന്താ നക്കീറക്കും മാരിഫക്കും മലയാളം പറഞ്ഞത്, മുൻപരാമർശമുള്ളത്, മുൻപരാമർശമില്ലാത്തത്, അങ്ങനെയല്ലേ പഠിച്ചത്. എന്താ പഠിച്ചത്, വാക്ക് ഞാൻ മറന്നുപോയല്ലോ. മലയാളം അറിയില്ല. ആ പ്രോപ്പർ നൗൺ അതാണോ? പ്രോപ്പർ നൗൺ അല്ലടോ, ഈ അല്ല അത് മനസ്സിലായി, അല്പലാമം ചേർത്തിട്ട് മുൻ പരാമർശമുള്ളത്. നക്കീറ മാരിഫ, മാരിഫ അറിയപ്പെടുന്നതാണ് കേട്ടോ. അല്ലദി, അതാണ് അല്ലദി എന്നുള്ളത്, അറിയപ്പെടുന്നതാണ്. പിന്നെ അല്ലദി, പിന്നെ എന്തായിരുന്നു, മബനിയാണ് അല്ലേ. അല്ലദി ഒക്കെ മബനിയാണ് കേട്ടോ. അല്ലദി, യാതൊരു എന്നൊക്കെ പറയുമ്പോൾ യാതൊരുവൻ എന്നാണ് കേട്ടോ. ശരിക്കും മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ യാതൊരുവൻ എന്നിട്ട് പിന്നെ ഒരു സെൻറ്റൻസോ മറ്റോ കൊടുക്കും. ആ യാതൊരുവൻ എന്നാണ് അർത്ഥം വെക്കുക. അപ്പോൾ നമുക്ക് ഈ ബുക്കിൽ വരുന്ന പിന്നെ ഈ അല്ലദി എന്നുള്ളത് നമുക്ക് വരുന്നത് എന്തായിട്ടാണ്, നഅത്തായിട്ടാണ് വരുന്നത്. നഅത്ത് നമ്മൾ പഠിച്ചിട്ടില്ലേ, നഅത്ത് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു വാക്യത്തിനെ ഒരു ഇസ്മിനെ പിന്നെ വിശേഷിപ്പിക്കുന്നത് അല്ലേ. 4 കാര്യങ്ങൾ യോജിക്കണ്ടേ, 4 കാര്യങ്ങൾ യോജിക്കണം. നമ്പർ, ജെൻഡർ, സെയിം നക്കിറ മാരിഫ, സെയിം ഇറാബ് ഇല്ലേ, കറക്റ്റ് അല്ലേ. 4 കാര്യങ്ങൾ യോജിക്കണ്ടേ.
അപ്പോൾ ഈ 4 കാര്യങ്ങളും ഇവിടെ യോജിക്കും. പക്ഷേ ഈ ആൾ മബനിയാണ്. അപ്പോൾ ഇറാബിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അതേപോലെ വരണമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഈ തന്ന തിയറി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽസ് ആയിട്ട് നേരത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. അടുത്ത ദിവസം ഇന്ന് പിന്നെ അങ്ങനെ തജ്വീദൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക്